ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രഞ്ജിതയുടെ നിർമ്മിതൽ പ്രകാരം ഈ വക്കീലിൻ്റെ ഭാര്യ വക്കീലിനെ വിളിക്കുകയാണ്. സ്പീക്കർ ഫോൺ ഇട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ രഞ്ജിത പറയുകയാണ്, ഏതായാലും നിങ്ങളിങ്ങോട്ട് പോരു വക്കീലെ, നിങ്ങൾ ആരെ കാണാനായിട്ട് പോവുകയായിരുന്നു? ഞാൻ ഓൺ ദ വേ ആണ്. ആണോ? എങ്കിൽ പിന്നെ വേറെ ആരെയും കാണാനായിട്ട് പോകാനായിട്ട് നിൽക്കണ്ട. നിങ്ങളെ നേരെ വീട്ടിലേക്ക് പോര്. എന്താ നിങ്ങളിപ്പോൾ എവിടെയാണ്? ഞാൻ പിന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോര് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കുകയാണ്. ഈ വക്കീലാണെങ്കിൽ ആകെ പേടിച്ച് പറിച്ചൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സുമിത്രയാണെങ്കിൽ വക്കീലിനെയും കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വക്കീലാണെങ്കിൽ വരുന്നില്ലല്ലോ. സരസ്വതി അമ്മയാണെങ്കിൽ ഇപ്പം ആരെങ്കിലും സുമിത്രയെ കാണാൻ വേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ്. സരസ്വതി അമ്മ പൊരിഞ്ഞ വെയിലത്ത് നിന്ന് ആകെ മുഷിഞ്ഞിങ്ങ് നിൽക്കുകയാണ്. ദൈവമേ, ഇവളുടെ അടുത്ത് ആരും വരുന്നുമില്ല. എനിക്കാണെങ്കിൽ വെയിലത്ത് നിന്ന് തല കറങ്ങുന്നുണ്ട്. ഇവളെന്താരും കാണാൻ വരാത്തത്? എന്തായാലും കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പങ്കജിനെയാണ്. അപ്പോൾ പങ്കജാണെങ്കിൽ പല ഗൂഢാലോചനകൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ പൂജ അങ്ങോട്ട് കയറി വരികയാണ്. ആഹാ, പൂജ വന്നല്ലോ, വാ കയറി വാ പൂജ എന്ന് പറഞ്ഞ്. പങ്കജേ, എന്തിനിപ്പോൾ എന്നോട് ഫയൽ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത്? ദേ, ഓഫീസ് കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വേണ്ടിയാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഓഫീസ് കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് സംസാരിച്ചാൽ പോരെ? കുറേ പേഴ്സണൽ കാര്യങ്ങളെല്ലാം പറയാനുണ്ടെന്നേ, അതിനു വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത്. എന്താ ബുദ്ധിമുട്ടായോ? അല്ല, പെട്ടെന്ന് ഇങ്ങോട്ട്. അത് പിന്നെ പൂജ, ഇവിടെയാകുമ്പോൾ സ്വസ്ഥമായിട്ട് ഇരുന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ സംസാരിക്കാമല്ലോ. പിന്നെ ഇവിടെ മമ്മിയും ഡാഡിയൊന്നുമില്ല. മമ്മിയും ഡാഡിയൊക്കെ പുറത്ത് പോയിരിക്കുകയാണ്. ഇവിടെ സെർവൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പറയാം. എന്നാലും ഇങ്ങോട്ട് വിളിച്ച് വരുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ കമ്പനി ഓഫീസ് ഇങ്ങോട്ട് മാറ്റിക്കൂടെ? അതായിരിക്കും നല്ലത്. പൂജയുടെ ഒരു കോമഡി. ശരി ശരി, ആയിക്കോട്ടെ, ഞാനെന്നേ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പൂജ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ പൂജ നേരെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പൂജയുടെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുകയാണ്. നമ്മുടെ അപ്പു ആയിരുന്നു. അപ്പോൾ അപ്പുവിൻ്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പങ്കജിനായി അരിശം. പങ്കജ് ആ ഫോൺ എടുത്തിട്ട് ഹലോ അപ്പുക്കുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. നീ എന്തിനാ പൂജയുടെ ഫോൺ എടുത്തത്? പൂജയുടെ ഫോൺ എടുത്തെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? നീ എന്തിനാണ് അപ്പു ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ പൂജയുടെ ഫോൺ എടുത്തെന്ന് വിചാരിച്ച് എന്താണ് ഇപ്പോൾ പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത്? ഒരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. പൂജ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അവൾ വാഷ്റൂമിൽ പോയിരിക്കുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കോൾ എടുത്തത്. ഞങ്ങൾ രണ്ടുപേരെ ഒരു ബിസിനസ് മീറ്റിംഗ് ഇങ്ങനെ ഓരോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പങ്കജ് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നപ്പോഴേക്കും അപ്പുവിന് ദേഷ്യം വന്നിട്ട് സഹിക്കാൻ വയ്യാതെ ഫോൺ കട്ടാക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ രഞ്ജിതയുടെ ഭർത്താവും ഇവരുടെ ഈ വക്കീലിൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ വക്കീലിൻ്റെ വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ രഞ്ജിത ഭർത്താവ് പറയുകയാണ്, ഇതെന്ത് ഇത്ര നേരിടും വക്കീൽ വരാത്തത്? കുറേ നേരമല്ലേ നമ്മൾ കാത്തിരിക്കുന്നു, വക്കീൽ ഇങ്ങോട്ട് വന്നൂടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ രഞ്ജിതയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ആ കോൾ എടുത്തുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ നോക്കിയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് രഞ്ജിത. അപ്പോൾ രഞ്ജിത ചോദിക്കുകയാണ്, ഹലോ, ഞാൻ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞോ? അപ്പോൾ കഴിഞ്ഞെന്ന് അവിടെയും പറയുകയാണ്. വെരി ഗുഡ് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ രഞ്ജിത ഭർത്താവ് നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട്, എന്താ രഞ്ജിത, എല്ലാം കണ്ടീഷനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ വക്കീലിൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ഹലോ, ആരാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, ഞാൻ വക്കീലിൻ്റെ ഭാര്യയാണ്. അപ്പോൾ വക്കീൽ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചെന്ന് പറയുകയാണ്. ഇത് കേട്ട് ഉടനെ തന്നെ ഈ വക്കീലിൻ്റെ ഭാര്യ കരഞ്ഞ് നിലവിളിച്ച് അവിടെ നിന്ന് ഓടാ. അപ്പം രഞ്ജിത ചോദിക്കുകയാണ്, എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, ഏട്ടൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏട്ടൻ്റെ വണ്ടി ആക്സിഡൻ്റായി, കുറച്ച് സീരിയസ് എന്നാണ് പറഞ്ഞത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ നിൽക്ക്, ഞങ്ങൾ കൊണ്ടാക്കിത്തരാം, ഞങ്ങളും വരുന്ന ഹോസ്പിറ്റലിലേക്ക്. പക്ഷെ ഇതൊന്നും കേൾക്കാനായിട്ട് നിൽക്കാതെ ഈ വക്കീലിൻ്റെ ഭാര്യയാണെങ്കിൽ ഓട്ടം. അപ്പോൾ രഞ്ജിത ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ ഈ രഞ്ജിതയുടെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ഇയാൾക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ പിന്നീട് നമ്മുടെ സരസ്വതി അമ്മയെ കാണിക്കണം. അപ്പോൾ സരസ്വതി അമ്മ നിന്ന് സരസ്വതി അമ്മയുടെ ഊപ്പാട് തീർന്നു. എന്നിട്ടും സുമിത്രയെ കാണാൻ വേണ്ടി ആരും എത്തുന്നില്ല. അപ്പോൾ സുമിത്രയ്ക്ക് പെട്ടെന്നൊരു കോള് വരികയാണ്. അപ്പോൾ കോള്, ഹലോ, ആരാ, സുമിത്രയാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ സുമിത്രയാണ്, നിങ്ങൾ ആരാണ്? അതായത് വക്കീലിന് ആക്സിഡൻറ്റ് പറ്റിയെന്നും പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട സുമിത്രയാണെങ്കിൽ ആകെ ഞെട്ടി വരച്ചൊരു അവസ്ഥ നിൽക്കുകയാണ്. എന്താ നിങ്ങൾ പറഞ്ഞത്? ആക്സിഡൻറ്റ് പറ്റിയെന്നോ? എവിടെയാ, എങ്ങനെയാ, ഏത് ഹോസ്പിറ്റലാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പേരെല്ലാം സുമിത്രയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സുമിത്രയാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് എങ്ങനെയും പോകണമല്ലോ. ഒരു ഓട്ടോയും വിളിച്ചിട്ട് സുമിത്രയാണെങ്കിൽ നേരെ ഓട്ടോ കയറി പോവുകയാണ്. സരസ്വതി അമ്മയാണെങ്കിൽ പരക്കം മാഞ്ഞ് ഓടുന്നു.
ഹാ, അങ്ങനെ സരസ്വതി അവിടെ നിൽക്കുകയാണ്. അയ്യോ, ഇനി എനിക്ക് സുമിത്രയുടെ പിന്നാലെ പോകാനൊന്നും പറ്റില്ല, ഞാൻ ആകെ മടുത്തുപോയി. ഇനി ഏതായാലും വീട്ടിലേക്ക് മടങ്ങിയേക്കാം, ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പങ്കജിനെയും അതുപോലെ തന്നെ പൂജയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ബിസിനസ് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പൂജ ചോദിക്കുകയാണ്, ഇതൊക്കെ ആവശ്യമുണ്ടോ പങ്കജ് എന്നൊക്കെ ചോദിച്ചു. നീ എന്താണ് പറയുന്നത് പൂജ? ഈ ഒരു ബിസിനസ് നമ്മൾ പിടിച്ചില്ലെങ്കിൽ അത് വേറെ അങ്ങോട്ട് പോകും. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അത് പിടിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൂജയുടെ ഫോണിലേക്ക് വീണ്ടും അപ്പുവിൻ്റെ കോള് വരികയാണ്. അപ്പോട്ടനാ എന്ന് പൂജ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട പങ്കജിന് അരിശം വന്നിട്ട്, ഒരു അപ്പോട്ടൻ, നീ അവിടെ വെക്കാൻ നോക്കുക, ആ കോൾ അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. നമ്മളിപ്പോൾ ഒരു ബിസിനസ് കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് ഓരോരോ കോള് വരുമ്പോൾ അവൾ എടുത്തോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് ഈ പങ്കജ്. അപ്പോൾ വീണ്ടും അപ്പു വിളിക്കുകയാണ്. അപ്പോൾ അപ്പുവിൻ്റെ വീണ്ടും ആ വിളി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പൂജയാണെങ്കിൽ, അല്ല എന്തെങ്കിലും എമർജൻസി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അപ്പൂട്ടൻ വിളിക്കുന്നത്, ഒന്ന് എടുത്താലോ പങ്കജ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എന്ത് എമർജൻസി? നീ വാഷ്റൂമിൽ പോയില്ലായിരുന്നോ? ആ സമയത്ത് അപ്പു നിൻ്റെ ഫോണിലേക്ക് വിളിച്ചതാ. അപ്പം ഞാൻ ആ കോൾ എടുത്തിട്ട് പറഞ്ഞതാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരു മീറ്റിങ്ങിലാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് പിന്നെ എന്തിനാണെന്നേ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ വിളിക്കുന്നത് ശല്യപ്പെടുത്താൻ വേണ്ടിയല്ലേ പൂജ, നീ വേറെ പണിയുണ്ടാ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ സെർവൻറ്റ് വന്നിട്ട്, സാറിനെ കാണാൻ വേണ്ടി ഒരാൾ വന്നിരിക്കുന്നു, വരാനായിട്ട് പറയൂ. അപ്പോൾ ഒരു കാർന്നൂര് കയറി വരികയാണ്. ഇതാര്? പ്രഭാകരേട്ടനോ? പ്രഭാകരേട്ട എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ കൊണ്ടുവന്ന സെറ്റിലേക്ക് ഇരുത്തുകയാണ്. എന്താ പ്രഭാകരേട്ട? ഞാനേ സാറോട് നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. എന്തിനായിട്ടാ ഇങ്ങനെ നന്ദിയൊക്കെ പറയുന്നത്? എൻ്റെ കാര്യമൊന്നുമില്ല, ഞാനൊന്ന് സഹായിച്ചെന്ന് വിചാരിച്ച്. എന്നാലും സാറ് ചെയ്ത ആ ഉപകാരം ഒരിക്കലും എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല. എത്ര വലിയ ഉപകാരമാണ് സാർ ചെയ്തതെന്നറിയാമോ? ഞാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ലല്ലോ ഓരോരുത്തർ ഉപകാരം ചെയ്യുന്നത്. അവർ ചിലപ്പോൾ അത് മറക്കാതിരിക്കും, അതെല്ലാം അവരുടെ ഇഷ്ടം. ഞാൻ എൻ്റെ ഒരു കടമ ചെയ്യുന്നു, അത്രേ മാത്രമേ ഉള്ളൂ. അപ്പോൾ പൂജ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂജയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇയാൾ പൂജയുടെ നേരെ തിരിഞ്ഞ, മോൾക്കൊരു കാര്യം അറിയോ? ഈ സാറില്ലായിരുന്നെങ്കിലേ എൻ്റെ മോൻ പരീക്ഷ എഴുതില്ലായിരുന്നു, പരീക്ഷ ഫീസ് അടക്കാൻ പോലും ഞങ്ങൾക്ക് പൈസ ഇല്ലായിരുന്നു. എൻ്റെ മോൻ വലിയൊരു ഉദ്യോഗസ്ഥനായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കോളേജിൽ നിന്ന് വരാൻ പുറത്താക്കുമെന്ന് പറഞ്ഞായിരുന്നു ആ പ്രിൻസിപ്പാൾ. പക്ഷെ അപ്പോൾ ഈ സാറാണ് എന്നെ സഹായിച്ചത്. ഇപ്പോഴേ എൻ്റെ മോൻ നല്ല ഒന്നാന്തരമായിട്ട് പരീക്ഷ എഴുതിയെന്നും പറയുകയാണ്. അപ്പോൾ പൂജയ്ക്ക് ഇതൊരു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. പൂജയ്ക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പങ്കജ്, അല്ല എന്തിനാണ് ഏട്ടാ ഇവളോടൊക്കെ ഇത് പറയുന്നത്? ഞാൻ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. എന്നാലും സാറേ, മനസ്സിലെ സന്തോഷേ അടക്കാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. ഒരുപാട് നന്ദിയുണ്ടെന്നും പറയുകയാണ്. ഏതായാലും സന്തോഷമായി, ചേട്ടൻ വന്ന് ഇവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ, ഒരുപാട് സന്തോഷമായി. മോന് പരീക്ഷ എഴുതാനൊക്കെ പറ്റിയല്ലോ. ചേട്ടൻ ഏതായാലും ചെല്ല്. അങ്ങനെ ഇയാൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ പൂജയാണെങ്കിൽ, എന്നാലും പങ്കജ് എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സെല്ലാം പങ്കജിനുണ്ടായിരുന്നോ? പങ്കജിന് എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്? പൂജ, ഇതിനെല്ലാത്തിനും കാരണം നീ തന്നെയാണ്. നിൻ്റെ പെരുമാറ്റം, നിൻ്റെ സ്വഭാവം എന്നിൽ ഒരുപാട് ആകർഷിച്ചു, അതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ മാറ്റം വരാനുള്ള കാരണം എന്നൊക്കെ പങ്കജും പറയുകയാണ്. അപ്പോൾ പങ്കജ് ഒരു ഇതായിട്ട് നോക്കുകയാണ് നമ്മുടെ പൂജ. അപ്പോൾ പൂജയ്ക്ക് തോന്നി പങ്കജിൻ്റെ നോട്ടം അത്ര ശരിയല്ലെന്ന്. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പൂജ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് നമ്മുടെ സുമിത്ര നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അവിടെ നേഴ്സുമാരോട് ചോദിക്കണം, എങ്ങനെയുണ്ട്, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ, അദ്ദേഹത്തിന് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല, പക്ഷേ ICUവിലാണ് ആൾ, ഡോക്ടറോട് ചോദിച്ചാലേ കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. അങ്ങനെ സുമിത്രയ്ക്ക് ആകെ വെപ്രാളം തോന്നിയാണ്. സുമിത്രയാണെങ്കിൽ ICUവിലേക്ക് ഇരുന്ന് നോക്കുകയാണ്, പക്ഷേ കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ICUവിൽ നിന്ന് ഒരു നേഴ്സ് ഇറങ്ങി വരികയാണ്. അപ്പോൾ നേഴ്സിനോട് ചോദിക്കണം, എങ്ങനെയുണ്ട് അദ്ദേഹത്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, കുറച്ച് സീരിയസ് ആണ്, ആക്സിഡൻറ്റിൽ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും പറയാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ നേഴ്സ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നേഴ്സ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. സത്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണല്ലോ ഈ വക്കീൽ, അപ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ ആക്സിഡൻറ്റ് സംഭവിച്ചത്. അതേക്കുറിച്ച് ഓർത്തിട്ട് സുമിത്രയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. പിന്നീട് കാണിക്കും നമ്മുടെ ശീതള്. അപ്പോൾ ശീതള് സുമിത്രയുടെ വീടിൻ്റെ ആ വാതിക്കിരുന്ന് ആ കസാലിരുന്ന് ഇങ്ങനെ ഉറങ്ങുവാണ്. അപ്പോഴാണ് സരസ്വതി അമ്മ അങ്ങോട്ട് കയറി വരുന്നത്. മോളെ ശീതള എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അച്ഛമ്മേ, നീ എന്താ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നത്? നീ എന്താ എപ്പോൾ വന്നു? അത് പിന്നെ ഞാൻ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ് അച്ഛമ്മേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്, പക്ഷെ ആരെയും കാണാനില്ല. അമ്മ എവിടെ പോയതാണ്? നിൻ്റെ അമ്മ എവിടെ പോയെന്ന് എനിക്കറിയില്ല. എന്താ മോളെ, നിനക്ക് എന്തു പറ്റി? നിൻ്റെ മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുകയാണല്ലോ, നിൻ്റെ കണ്ണൊക്കെ ചുവന്നിരിക്കുകയാണല്ലോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അച്ഛമ്മ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഏതായാലും അമ്മയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ.
എത്ര വൈകിയാണെങ്കിലും അമ്മ വരുമല്ലോ എന്നും പറഞ്ഞ് ശീതൾ നേരെ അകത്തേക്ക് കയറിപ്പോയി ആ സെറ്റിൽ അങ്ങോട്ട് ഇരിക്കുകയാണ്. സെറ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയമ്മ വന്നിട്ട്, മോളെ നിനക്ക് എന്തോ പ്രശ്നമുണ്ട് മോളെ. അത് അച്ചമ്മയ്ക്ക് ശരിക്കും മനസ്സിലായി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അച്ചമ്മയോട് പറയാനായിട്ട് പാടില്ലേ? നിന്റെ അമ്മയെ പോലെ തന്നെയല്ലേ അച്ചമ്മയും? അപ്പം എന്ത് സങ്കടം ഉണ്ടെങ്കിലും അച്ചമ്മയോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞല്ലോ അച്ചമ്മേ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇല്ല, നീ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. നിന്റെ കണ്ണൊക്കെ കരഞ്ഞ് കലങ്ങിയിരിക്കുകയാണ്. അതാ ഞാൻ ചോദിച്ചത്. നിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛൻ എന്നെ ഒന്ന് വെറുതെ വിട്, ഞാൻ സമാധാനത്തോടെ ഇരുന്നോട്ടെ. എനിക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശീതൾ അവിടെ കൈയൊഴിയാണ്. അപ്പോൾ സരസ്വതിയമ്മയാണെങ്കിലേ എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ അവൾ ഇങ്ങോട്ട് വന്നതൊക്കെ. സുമിത്രയെ കണ്ടിട്ട് പോകുള്ളെന്ന് പറയുന്നത്. എന്തായാലും അറിഞ്ഞേ മതിയാവോള് എന്ന് സരസ്വതിയമ്മയെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രഞ്ജിതയും രഞ്ജിതയുടെ ഭർത്താവും ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ രഞ്ജിത പരക്കമാഞ്ഞിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഭർത്താവ് വിളിച്ചു നിർത്തിയിട്ട്, രഞ്ജിത എവിടെ നിന്നേ? അപ്പോൾ താൻ ഏതറ്റം വരെയും പോകുമല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? രഞ്ജിതയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയെന്നല്ല വിചാരിച്ചത്. രഞ്ജിത ഇപ്പോൾ കാര്യം സാധിക്കാൻ വേണ്ടി ആരെയും കൊല്ലാൻ മടിക്കില്ലല്ലേ? നിങ്ങളിങ്ങനെ മണ്ടത്തരം പറയാതെ നിൽക്കല്ലേ. ഞാൻ ആരെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ രഞ്ജിതയും പറയുകയാണ്. രഞ്ജിതേ, എനിക്ക് മനസ്സിലായി. നിനക്കൊരു കോള് വന്നപ്പോൾ ജോലി തീർന്നോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നീ ഫോൺ വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഈ വക്കീലിൻ്റെ ഭാര്യയുടെ ഫോണിലേക്കും കോള് വന്നു. അപ്പോഴാണ് അങ്ങേർക്ക് ആക്സിഡൻ്റ് ആയ കാര്യം പറഞ്ഞത്. അപ്പോൾ അതിന് പിന്നിൽ നീയല്ലേ വക്കീലിനെ ആക്സിഡൻ്റ് ആക്കാൻ ശ്രമിച്ചത്? ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. ആരെങ്കിലും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ച് ജയിലിടും. എന്നെ ജയിലിലാക്കാനാണോ നിങ്ങളുടെ തീരുമാനമൊക്കെ? അപ്പോൾ ഈ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ നിനക്കൊന്നും അറിയില്ലെന്നാണോ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു കാര്യമില്ല. ഈ ആക്സിഡൻറ്റ് ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ നീ ആരുടെ ഫോണിൽ സംസാരിച്ചത്? അത് പിന്നെ ഞാൻ ഓഫീസിൽ വിളിച്ചിട്ട് എൻ്റെ സ്റ്റാഫിനോട് സംസാരിച്ചത്. അപ്പോൾ വേറൊന്നും അല്ലല്ലോ? ഇല്ലെന്നേ, വേറെ ഒന്നുമല്ല. എൻ്റെ അമ്മോ, എനിക്ക് സമാധാനമായി. ഞാൻ എന്തൊക്കെയോ മനസ്സിൽ കരുതിക്കൂട്ടി. നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത കയറി പോവുകയാണ്. അപ്പോൾ ഇയാളാണെങ്കിൽ ഡിവോഴ്സോ? രഞ്ജു എന്ന് വിളിച്ചുകൊണ്ട് പുറകെ പിന്നാലെ ചെല്ലുകയാണ്. പിന്നീട് ഈ വക്കീലിൻ്റെ ഭാര്യ കരഞ്ഞു പിടിച്ചിട്ട് നേരെ ഓടി ചെന്നിട്ട് ഭയങ്കര കരച്ചിൽ. അവ സുമിത്ര കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തിനിങ്ങനെ കരയുന്നത്? ഒന്നും കുഴപ്പമൊന്നുമില്ലെന്നേ. അങ്ങേരിപ്പോൾ കണ്ണ് തുറന്നു, സംസാരിക്കാനൊക്കെ പറ്റുമെന്നാണ് പറയുന്നത്. നല്ല ബോധമൊക്കെ ഉണ്ട്. എന്തിനെന്നോട് കള്ളം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എന്നെ വിളിച്ചാനായിരുന്നു അദ്ദേഹം ആരെയോ കാണാനായിട്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് അവരൊക്കെ വീട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, അങ്ങേരെ തിരിച്ച് വിളിക്കാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അങ്ങേർക്ക് ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിക്കില്ലായിരുന്നു. ഇത് കേട്ട സുമിത്രയാണെങ്കിൽ ആര് വീട്ടിലേക്ക് വന്നു എന്നാണ് പറയുന്നത്? ആരാണ് നിങ്ങളോട് വക്കീലിനെ വിളിക്കാനായിട്ട് പറഞ്ഞത്? പറയൂ. അത് അവർ തന്നെയാ, ആ രഞ്ജിത. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ സുമിത്ര ആകെ ഞെട്ടി വിറച്ചൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.